എന്റെ പൊന്നോ, ഈ 50 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് എടുത്ത അനുമോൾക്കൊന്ന് കൊടുത്ത് ഇതൊന്ന് അവസാനിപ്പിക്കാവോ ബിഗ് ബോസെ? ഈ കണക്ക് പറച്ചില് ലൈവിലിരുന്ന് കേട്ട് മടുത്തു. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എത്രയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇരുന്ന് പൈസയുടെ കണക്ക് തന്നെ ഒരാൾക്ക് ഈ പറയാൻ പറ്റുന്നത്? ഒരു സീസണിൽ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അതും ഈ കണക്ക് പറയുന്ന കൂട്ടത്തില് കുറെ കള്ളത്തരങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെ അനുമോള് ഫ്ലോയിൽ അങ്ങ് നടത്തുന്നുണ്ട്. അതിന് ആദ്യത്തെ കാര്യം, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആർക്കും കൊടുത്തിട്ടില്ല, ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു വാദം അനുമോള് പറയുന്നുണ്ട്. പാസ്വേഡ് എന്റെ കയ്യിലാണ്, അതിന്റെ ആക്സസ് വേറെ ആർക്കും ഇല്ല എന്ന് ആദ്യം പറയുന്നത്. ഇത് കഴിഞ്ഞത് മാറ്റി പറയുന്നുണ്ട്. അത് ഞാൻ വരാം, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇതൊക്കെ പറഞ്ഞ അനുമോളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാനിവിടെ വെക്കാം കേട്ടോ. 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു അക്കൗണ്ടില് അനുമോളെ പറ്റിയുള്ള ഓരോ അപ്ഡേറ്റ്സും മണിക്കൂറുകൾ ഗ്യാപ്പില് ഇടാറുണ്ടെന്നുള്ളതാണ്. അപ്പോ അനുമോളെ പറ്റിയുള്ള ഓരോ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് മത്സരിക്കുന്ന അനുമോൾക്ക് ഒരിക്കലും ഈ അപ്ഡേറ്റ്സ് പങ്കുവെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആരാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. സിമ്പിൾ ചോദ്യത്തിന് സിമ്പിൾ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു തരാം. അനുമോളുടെ PR ടീം ഹെഡ് ആയിട്ടുള്ള ഒരാളെ പറ്റി നിങ്ങൾക്ക് അറിയുമായിരിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്ത് വൈറലാവുന്നുണ്ട്. ഒരു സൈഡില് ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ അനുമോളുടെ ഫോണിൽ തുറന്ന് കാണിച്ചു മീഡിയയുടെ മുന്നിൽ അങ്ങനെയൊക്കെ തുറന്ന് കാണിച്ചു എന്നുള്ളൊരു കാര്യം അനുമോൾ അറിയുന്നില്ല കേട്ടോ. അപ്പൊ അത് അറിയാതെയാണ് ഇങ്ങനെ ഇരുന്ന് കള്ളത്തരം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കണക്ക് പറച്ചിൽ തന്നെയാണ്. എന്റെ പൊന്നോ, ഈ കണക്ക് പറച്ചിൽ കേട്ട് മടുത്തു. അക്കൗണ്ടിൽ 16 ലക്ഷം ഇല്ലേ, ഞാൻ കൊടുത്തിട്ടില്ലേ, എനിക്ക് 30 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടേ, ഞാൻ അതൊക്കെ എങ്ങനെ അടച്ചു തീർക്കുവോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുന്ന തീർക്കാനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുക. അല്ല, അത് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഈ 50 ലക്ഷം രൂപ മാത്രം എടുത്ത് ബിഗ് ബോസിന് അനുമോൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അത് റെക്കമെൻഡ് ചെയ്തേനെ. കാരണം ഈ കണക്ക് പറച്ചിലാണ്. സീസണിന്റെ തുടക്കം മുതൽ തുടങ്ങിയതാണ് ഈ 30 ലക്ഷം രൂപയുടെ കടം, അത് ഇതെന്ന് പറഞ്ഞിട്ട് എനിക്ക് മനഃപ്പാടമായിപ്പോയി ഈ കണക്ക് പറച്ചിലെല്ലാം. അപ്പോ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതൊക്കെ കോളേജിലൊക്കെ ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ട്. അവരുടെയൊക്കെ നമ്പർ ഞാൻ തരാം, അവരോടൊക്കെ വോട്ടിന് വേണ്ടി വിളിച്ചോണമെന്ന് ഞാൻ ടീമിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇതും അനുമോൾ നടത്തുന്ന ഒരു വെളിപ്പെടുത്തലാണ്. ഇതൊക്കെ അനുമോളുടെ ഓരോ കൺഫെഷൻസ് ആണ്. ശൈത്യയുടെ അടുത്തിരുന്ന് ഓരോ ഉടായ്പത്തരവും ഇങ്ങനെ ഇരുന്ന് കൺഫ്യൂസ് ചെയ്യുവാണ്. പിന്നെ ഇത് വീണ്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. അക്കൗണ്ട് എന്റെ ചേച്ചിയുടെ കയ്യിലാണ് എന്ന് അനുമോള് മാറ്റി പറയുന്നുണ്ട്. ആദ്യം പറയുന്നു എന്റെ കയ്യിലാണ്, ഞാൻ ആരുടെയും എന്റെ പേഴ്സണൽ ഒന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, എന്റെ കയ്യിലാണ്, എനിക്കാണ് ആക്സസ്, പാസ്വേഡ് ഒന്നും ആരുടെയും കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞ അതേ അനുമോള് തന്നെ നേരെ പ്ലേറ്റ് തിരിച്ച് പറയുന്നു. എന്നുവെച്ചാൽ വെറും 5 മിനിറ്റ് ഗ്യാപ്പിലാണെന്ന് ഓർത്തോണം കേട്ടോ. പറയുന്നത് എന്റെ ചേച്ചിയുടെ കയ്യിലാണ്, ഞാനിവിടെ വന്നതിന് ശേഷം ടീമിന് അത് കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് മാറ്റി പറയുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്തു വെച്ച് പരിശോധിച്ചാൽ അതിലെല്ലാം ഇങ്ങനെ ഭിന്നതകൾ കാണാനായിട്ട് പറ്റും. ഓരോന്നും എടുത്തു വെച്ച് പൊളിച്ചെടുക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല, അങ്ങനെ പൊളിച്ചെടുക്കിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങൾ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഓരോ വാക്കും എടുത്തു വെച്ച് തുടക്കം മുതലുള്ള ഓരോ ഡയലോഗും എടുത്തു വെച്ച് എനിക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരൊന്ന് അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വെറുതെ ഒരാളെ ടാർഗറ്റ് ചെയ്യണം എന്നൊന്നും എനിക്കില്ല. ഒന്നാമത് ശൈത്യ ഇസ് ആൻ അഡ്വക്കേറ്റ്, ഒരു ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആണ്. ശൈത്യയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അനുമോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കൂടാതെ ഓരോന്നും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരാളുടെ വായിൽ നിന്ന് എങ്ങനെ സത്യങ്ങള് ചുരണ്ടി എടുക്കണം എന്നുള്ളത് ശൈത്യനേക്കാൾ നന്നായിട്ട് വേറെ ആർക്കും അറിയാൻ പറ്റണമെന്നില്ല. അപ്പം ശൈത്യ നല്ല ഒന്നാന്തരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അനുമോളുടെ ഗെയിം, അനുമോളുടെ കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് അറിയാം. പ്രേക്ഷകർ അതൊക്കെ അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതൊക്കെ എത്രയൊക്കെ അറിഞ്ഞിട്ടും അന്തം ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്തം ഫാൻ ആയിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.